ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ചുട്ടുപൊള്ളുന്ന ചൂടാണല്ലേ. ഈ വെയിലത്ത് മുഖവും ശരീരവും മുടിയും നമ്മുടെ ആരോഗ്യവും ഒക്കെ എങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളൊരു സമ്മർ സെൽഫ് കെയർ റൂട്ടീനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് പാർലറിലോ പോയിട്ടൊന്നും സെലൂണിലോ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹെൽത്തി ഡ്രിങ്ക് പരിചയപ്പെട്ടാലോ. നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ അലിയിച്ച് കളയാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ അതിന് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 2 ടീസ്പൂൺ ജീരകമാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അളവ് നമുക്കൊരു 3-4 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് അജ്വാൻ, അതായത് നമ്മുടെ എന്തായത് അയമോദകം ഇല്ലേ, അതാണ്. അയമോദകം ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കുറച്ച് അധികം എടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പം കുരുമുളകിനൊക്കെ ഭയങ്കര വിലയല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം പൊടിച്ചെടുക്കാം കേട്ടോ. അയ്യോ, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൽ ഞാൻ കറുവപ്പട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഓൺ ആയില്ലായിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് അതും കൂടി ഇട്ട് നല്ലോണം പൊടിച്ചിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം, അതായത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചിട്ട് വെറും വയറ്റിൽ തന്നെ കുടിക്കുക കേട്ടോ. വെറും വയറ്റിൽ തന്നെ കുടിക്കണം. അത് മസ്റ്റ് കേട്ടോ. അങ്ങനെ തന്നെ കുടിക്കുക, എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇത് ഭയങ്കര വെയിറ്റ് ലോസിനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത്. കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നത് റൈസ് ഫേസ് മാസ്ക് ആയിരിക്കുമല്ലേ. ഇത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള കിടിലം ഫേസ് പാക്കാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അരി തലേന്ന്, അതായത് പച്ചരി ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണയാണ്. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് ആ വെള്ളത്തെ പാടി തന്നെ നമ്മൾ ചൂടാക്കാൻ വെക്കുക കേട്ടോ. ചൂടാക്കാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ വരെ ഞാൻ ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത്. ഈ ഫ്ലാക്സ് സീഡും ഈ അരി ഉണ്ടല്ലോ, അതായത് പച്ചരിയുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ ഗൈസ്, വേറെ ലെവലാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി കിഡിലനാണ്. ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടണമെന്ന് അല്ല, കൊറിയൻ തന്നെ പറയേണ്ട ആവശ്യമില്ല. ഗ്ലാസ് സ്കിൻ കിട്ടണമെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇത്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് കിഡിലനായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. എന്നിട്ട് ഇതേപോലെ ഉണ്ടാവട്ടെ. നല്ലോണം ആ അരിയൊക്കെ നല്ലോണം ഒന്ന് ചോറായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും. എന്നിട്ട് ഞാൻ ഇത് ചൂടാറി കഴിഞ്ഞപ്പോൾ നല്ലോണം അരച്ചെടുത്തു. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഗൈസ്. നമ്മുടെ മുഖത്തെ ടാനും എല്ലാ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, മെലാസ്മ, ഈ ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടാവില്ലേ, ബ്ലാക്ക് സ്പോട്ടും പിന്നെ ഈ ഈ തരി പോലെ ഇങ്ങനെ പിമ്പിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മാറാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. തേനൊരു പ്രഹസനത്തിന് ഇട്ടതാണ് ഞാൻ. തേനിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ 2 ഫേസ് മാസ്ക് ഇൻഗ്രീഡിയൻസ് തന്നെ ധാരാളം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് പാലും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ തേനാണ് ഇട്ട് കൊടുത്തേക്കണത്. എന്നിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പം ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മുടെ ഇതിൽ ചോറൊക്കെയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളമായാലും ഇട്ടാൽ മതി, അല്ലെങ്കിൽ പാലോ തൈരോ അല്ലെങ്കിൽ റോസ് വാട്ടർ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിന് ഇടാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ഈ സ്നെയിൽ മ്യൂസിൻ്റെ സീറമൊക്കെ ഇടാൻ നേരത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു സ്ലൈമി ടെക്സ്ചർ ആയിരിക്കില്ലേ, അതേപോലെയാണ് ഇത്. ഇരിക്കാനും നല്ലൊരു സുഖമാണ്. അപ്പോൾ എല്ലാം മുഖത്ത് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ മുഖം നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും. അതേപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളതൊന്ന് ലൈറ്റനാക്കും. അത് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ നേരം വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെയൊക്കെ കാണിച്ച് പ്രസനം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ തെറിച്ചൊക്കെ എവിടെയൊക്കെയോ പോകുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം അതൊന്ന് ഇട്ട് നോക്കുക. അടിപൊളിയാണ്, കിടിലനാണ്, കിടുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ
നമ്മുടെ വീട്ടിലെ ഒരു മാവുണ്ട്. മാവിൽ ഈ പ്രാവശ്യം കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും വീട്ടിൽ മാങ്ങാ ജ്യൂസായിരിക്കും. അപ്പോൾ അത് വെറുതെ കാണിച്ചു തരാമല്ലോ എന്ന് ഓർത്ത് ഇട്ടതാണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ചൂടായതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് തണ്ണിമത്തനൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ ദേ ഞങ്ങളുടെ വീട്ടിലെ കുരുപ്പുകളാണ് ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പോൾ ദേ ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള ഒരു ജ്യൂസാണ് മാംഗോ ജ്യൂസ്. അപ്പോൾ ഇപ്പോൾ ഡെയിലി കുടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മാംഗോ ജ്യൂസാണ്. അതും ഷുഗർ ഇടാണ്ട് കുടിക്കുക കേട്ടോ. പിന്നെ തണ്ണിമത്തനൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം തണ്ണിമത്തനൊക്കെ കഴിക്കുക. ഇല്ലെങ്കിൽ വേണ്ട, നല്ലോണം വെള്ളമെങ്കിലും കുടിച്ചാൽ മതി ഗൈസ്. അപ്പോൾ ദേ ഇനി നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. ഹെയർ പാക്ക് ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയാണ് ഗൈസ്. ചെമ്പരത്തി നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സംഭവമാണ്. അതുകൊണ്ട് ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ലേശം ഒരു ആശ്വാസമുണ്ട് ചൂടിന്. അപ്പോൾ അതേ ഞാൻ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കാൻ നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട്. സ്മൂത്ത് ആൻഡ് ഷൈനി ഹെയർ കിട്ടാൻ ഇതിലും നല്ല ഹെയർ മാസ്ക് വേറെ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് ഈ ഹെയർ പാക്ക് ഇടാം കേട്ടോ. ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി, വേപ്പില ഉണ്ടല്ലോ, അത് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്ട്. ഞാൻ ഇടാൻ മറന്നുപോയി, ഇത് അരച്ച് കഴിഞ്ഞപ്പോൾ ഓർത്തെ അതിൻ്റെ ഇടാത്തെ. ഇത്തിരി മാങ്ങ എടുക്കണം. ഈ ഹെയർ മാസ്ക് ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ചൂടൊക്കെ ആയിട്ട് മുടി ഇപ്പം ഭയങ്കര ഡ്രൈ ആയിരിക്കില്ല. എൻ്റെ ഭയങ്കര ഓയിലി സ്കാൽപ്പാണ് എൻ്റെ. അതുകൊണ്ട് ഭയങ്കര മാനേജബിൾ ആയിട്ടാണ് എപ്പോഴും കിടക്കാറ് മുടി. പക്ഷേ ആ മുടി വരെ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഗൈസ് കിടക്കുന്നത്. പക്ഷേ ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് മാനേജബിൾ ആയിട്ട് കിടക്കും. നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് കിടക്കും. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും. പിന്നെ ഒരു ഹെയറിന് ഭയങ്കര കൂളിംഗ് ആയിട്ട് ഉണ്ടാവും. അതായത് തലയ്ക്ക് നല്ലൊരു തണുപ്പുണ്ടാവും. പിന്നെ അത് വേറെ കാര്യമുള്ളത്, മുടി കൊഴിച്ചിൽ നല്ലോണം മാറാനും ഈ ഹെയർ മാസ്ക് നല്ലതാണ്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് കഴുകിക്കളയാവുന്നതാണ് കേട്ടോ. കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് അടുത്തതായിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് റൈസ് ടോണറാണ്, അല്ലെങ്കിൽ റൈസ് ക്യൂബ്സ് ആണ്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതും ഭയങ്കര ഈസിയാണ്. ഞാനിവിടെ പാലും അരിയില്ലേ നമ്മുടെ പച്ചരിയും കൂടി ഞാൻ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. പിറ്റേ ദിവസം ആയപ്പോഴേക്കും അത് മോരായിപ്പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ്, ചൂടായതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അതേ ഞാനിവിടെ, അത് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കുഴപ്പമില്ല, പാലായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരച്ചിട്ട് നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തരി ഉണ്ടാവില്ല. എത്ര അരച്ചെടുത്താലും ഒരു തരി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലിക്വിഡായിട്ട് കിട്ടും കേട്ടോ. അപ്പം സ്ട്രെയിൻ എടുക്കണ്ടെന്നുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഭയങ്കര ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഇത് സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ തരി ഉണ്ടെങ്കിൽ പിന്നെയും ഓയിൽ പ്രൊഡക്ഷൻ കുറച്ചുകൂടി കൂടിക്കൊണ്ടിരിക്കും നമ്മളിങ്ങനെ ക്യൂബായിട്ട് ഐസ് ഇങ്ങനെ മുഖത്തിടാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാൻ നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുത്തത്. എന്നിട്ട് ഒരു ഐസ് ക്യൂബ് അറിയാലോ ഒഴിച്ച് വെക്കുക. എന്നിട്ട് കുറേ നേരം കഴിയുമ്പോഴൊക്കെ ഐസായി മാറും, അറിയാലോ എല്ലാവർക്കും. അപ്പം അത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഇത്. നമുക്ക് ഫേസ് പാക്ക് ഒന്നും ഇടാൻ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പം 3-4 ദിവസം വരെ കേട് കൂടാതിരിക്കും. അതേപോലെ തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും. ഈ ഒട്ടും സമയമില്ലാത്തവർക്ക് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം മതിയാവും. 5 മിനിറ്റ് നേരം ഇങ്ങനെ നല്ലോണം മസാജ് ചെയ്യുക, അല്ലെങ്കിൽ മസാജ് ചെയ്തില്ലെങ്കിലും വെറുതെ ഒന്ന് വെച്ചേക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ തന്നെ നല്ലോണം സ്കിൻ ബ്രൈറ്റൻ ആവും, ടാനിങ് മാറും. അതേപോലെ ഒരു ഗ്ലാസ് സ്കിൻ, എന്തിനാ ഈ കൊറിയൻ പറയണേ, ഗ്ലാസ് സ്കിൻ കിട്ടാൻ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അടിപൊളിയായിട്ട് കിഡിലനായിട്ട് വർക്ക് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ രാവിലെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ടാകുന്ന പഫിനെസ് ഒക്കെ മാറാനും, പിന്നെ മുഖത്ത് ഭയങ്കര ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഐസ് വെക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് ഐസ് വെച്ച് നോക്കും. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കിടിലനായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്കിൻ കെയർ ചെയ്യാം ഗൈസ്. സ്കിൻ കെയറിന് ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഇത് കോസാറസിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇതിൽ ഞാൻ ഡൈ ഹാർഡ് ഫാനാണ് ഗൈസ്. എനിക്കിതില്ലാണ്ട് പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. പിന്നെ ഇത് ഞാൻ സോനയുടെ അടിച്ചു മാറ്റിയതാണ്. നിയാസിനമൈഡ് സിറമാണ്. എൻ്റെ നിയാസിനമൈഡ് സിറമൊക്കെ തീർന്നുപോയി, അതുകൊണ്ട് ഞാൻ അവളുടെ അടിച്ചു മാറ്റിയതാണ്. ഇതെന്താ ഞാൻ അടിച്ചു മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇത് കിടിലനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇട്ടിട്ട് അവൾക്ക് നല്ലോണം നിറം വെക്കണായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അവൾ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇത് അവളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താണ്. അതുകൊണ്ട് എന്താണെന്ന്
ഏതാണെന്ന് എനിക്കറിയില്ല. നിയാസിനമൈഡ് സിറോ ആണിത്. എന്താണെന്ന് സെബോണ അങ്ങനെ എന്തോ പറഞ്ഞൊരു പേരാണ്. അടിപൊളിയായിട്ടുള്ള സിറോ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ മെൻഷൻ ചെയ്ത് പറഞ്ഞൊക്കെ തരാം. അപ്പം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ സോനയുടെ അടിച്ചു മാറ്റിയതാണ് ഗൈസ്. ഇതും കിഡിലനായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് സിപ്കയുടെ ആക്നെ ഓസി സിബം റെഗുലേറ്റീവ് മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളി കിഡിലനാണ് കേട്ടോ. ഇത് എന്താണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ ഈ പോൺസ് മോയ്സ്ചറൈസറൊക്കെ ഉണ്ടല്ലോ, അതേപോലെ തന്നെയുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ്ഡ് ആക്കും. അതേപോലെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ആക്നെ പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നിനും എല്ലാ സ്കിന്നിനും സൂപ്പറായിട്ടുള്ള സംഭവമാണിത്. പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതിലൂടെ ഞാൻ എൻ്റെ സ്കിൻ കെയർ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.